ഇന്ന് മോൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ്. ഹസ്ബൻഡും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരൂടെയാണ് പോകുന്നത്. 2 മണിക്കാണ് മീറ്റിംഗ്. ഞങ്ങളൊരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് കൊടുത്തിട്ട് എൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം വിശക്കണ ടീമാണ് കേട്ടോ ഞാൻ മാത്രം. ലഞ്ച് ടൈം ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഞങ്ങൾ താലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി സ്കൂളിലേക്ക് പോകാനായിട്ട്. ഞങ്ങളൊരു ഹാഫ് ബീഫ് മന്തിയാണ് കഴിച്ചത്. അത് ഫുള്ളൊന്നും ഞങ്ങളെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളത് കുറച്ച് റൈസും കൂടി അവരോട് ഇട്ടിട്ട് പാഴ്സൽ എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇനി പിള്ളേർക്ക് വൈകിട്ട് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോയി. ഞാൻ +2 പഠിച്ച സ്കൂളിൽ തന്നെയുണ്ട് എൻ്റെ മോനും പഠിക്കണത്. ഇവിടെ +1 +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ക്ലാസ്സിലെത്തി. കുറച്ച് പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ടോക്കൺ നമ്പർ 7 ആയിരുന്നു കിട്ടിയത്. പിന്നെ കുറച്ച് പേര് കൂടി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ ചുമ്മാ അവിടുത്തെ ഡെസ്കിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ന്യൂസ് കോമ്പസൊക്കെ വെച്ച് കുത്തിയിട്ടൊക്കെ ഉള്ള ഞങ്ങൾ 2 പേരും കൂടി ആദ്യമായിട്ടാണ് കേട്ടോ ഒരാളുടെ മീറ്റിങ്ങിന് വരുന്നത്. ഞാനാണ് മിക്കവാറും എല്ലാവരുടെയും മീറ്റിങ്ങിന് പോകാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ഉണ്ടാകും. ഇന്ന് പിന്നെ ആൾ വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലും കയറണമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പിന്നെ പ്രോഗ്രസ് സൈൻ ചെയ്ത് ടീച്ചർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇത്തിരി സംസാരപ്രിയനാണെന്നൊക്കെ പറഞ്ഞു. മാർക്കൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു.